ഹലോ ഗായ്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലെറ്റ്സ് പ്ലേ സ്കൈ ബ്ലോക്ക് എപ്പിസോഡ്. എപ്പിസോഡിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്നാന്ന് നമുക്ക് നമ്മുടെ പ്രോജക്റ്റ് ബോർഡിലേക്ക് തന്നെ നോക്കിയേക്കാം. നമ്മുടെ പ്രോജക്റ്റ് ബോർഡ് ഇതേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ക്ലീനപ്പ് എന്നാണ്. ഓക്കെ, ക്ലീനപ്പാണ് നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ വീഡിയോയുടെ എന്നായിരുന്നു ഒരു കണ്ടന്റ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ബേസ് മൊത്തം ക്ലീൻ ചെയ്യാൻ പോകണം. ക്ലീൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഉമ്മാനെ അങ്ങ് തല്ലിക്കൊള്ളാം. അപ്പോടാ ഉമ്മാർ കുഴിയിലോട്ടും പോകത്തില്ല, എപ്പോൾ വന്നാലും വീണുകൊണ്ടിരിക്കും. എനിക്കിപ്പോൾ സ്ലൈം ഫാമിൻ്റെ ആവശ്യം എനിക്കില്ല, കാരണം എൻ്റെ ഇപ്പോൾ കുറച്ച് സ്ലൈം ബ്ലോക്കൊക്കെ ഉണ്ട്, 15-16 സ്ലൈം ബ്ലോക്ക്. എനിക്ക് സ്കൈ ബ്ലോക്ക് എത്ര ഇത് സ്ലൈം ബ്ലോക്ക് തന്നെ മതി. ഇതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല സ്കൈ ബ്ലോക്കിൽ. പിന്നെ എന്തെങ്കിലും ബിൽഡ് മറ്റേ സീക്രട്ട് അതൊക്കെ സെറ്റാക്കണം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ആഡ് ചെയ്യാത്ത കുറേ ഇച്ചിരി കാര്യങ്ങൾ പ്രോജക്റ്റ് ബോർഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത് മറ്റേ മെയിൻ്റെനൻസ്, അത് ക്ലീനപ്പ്, പിന്നെ ഈ നെതർ പോർട്ടൽ ബിൽഡ്. ഓക്കെ, നമ്മുടെ നെതർ പോർട്ടൽ ബിൽഡ് അത്, പിന്നെ നമ്മൾ ഈ സാൻഡ് അവിടെ ഇരിക്കുന്ന അതും മൈൻഡ് ചെയ്തെടുക്കണം. പിന്നെ ഈ ഗ്ലാസ് പ്ലാറ്റ്ഫോം ഇല്ല, അത് ഇച്ചിരി ഒന്ന് വലുതാക്കണം. പിന്നെ സെക്കൻഡ് ഫ്ലോർ, നമുക്ക് ഈ ബേസിൽ സെക്കൻഡ് ഫ്ലോർ പണിയണം. പിന്നെ ക്രോപ്പ് ഏതെങ്കിലും മറ്റേ വീറ്റും പമ്പിനെയൊക്കെ നമുക്കൊന്ന് ഫാം ചെയ്യണം. പിന്നെ അവസാനമായിട്ട് ഇപ്പോൾ ഇട്ടേക്കുന്ന നമുക്കൊരു ദൈവന്മാരെ വെച്ചൊന്ന് പണിയണം. ഇത്രയും പേർക്ക് ഒരു പണിഞ്ഞു കൊടുക്കണം. ഓക്കെ, അതൊക്കെയാണ് നമ്മുടെ ഈ പ്രോജക്റ്റ് ബോർഡ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലീനപ്പ് വീഡിയോ എന്നാന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോ നമ്മുടെ ബേസ് വെക്കുമ്പോൾ ഉള്ള സ്ലാബ്, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പണിഞ്ഞ് വെച്ചിട്ട് ആ ചെസ്റ്റൊക്കെ ഇതുപോലെ എടുത്ത് വെച്ചേക്കുക, അതൊക്കെ പൊട്ടിച്ച് മാറ്റുക. ഇതുകൊണ്ട് ഈ പൊങ്ങിയിരിക്കുന്ന സ്ലാബൊക്കെ പൊട്ടിച്ച് മാറ്റുക, ഈ പ്ലാങ്കൊക്കെ മാറ്റുക, അങ്ങനത്തെ ഉള്ള ഈ ബോട്ട് അങ്ങനത്തെ ഉള്ളതാണ് ക്ലീനിങ് എപ്പിസോഡ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം? ഇതൊക്കെ ഈ സാധനമൊക്കെ കണ്ടോ, ഇതൊക്കെ ഇവിടെ ഇല്ലാത്ത, ഇത് അന്നേ ലാഭത്തിന് വെച്ചേ, പിന്നെ മാറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ പൊട്ടിച്ച് മാറ്റുക. പൊടിച്ചു കൊണ്ടുമ്പോൾ സൂക്ഷിക്കണം, ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഇല്ലെങ്കിൽ ഇത് കൈ വെച്ച് പൊട്ടിക്കുക. എൻ്റെ ആക്സ് ഇല്ല, കുഴപ്പമില്ല, ഇത് കൈ വെച്ച്. പിന്നെ ഈ ചെസ്റ്റ് മാറ്റാൻ പറ്റില്ല, കാരണം ഇതിൽ നമ്മൾ ബിൽഡ് ചെയ്യാൻ കടലേ ഇത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഈ ചെസ്റ്റ്. നെതർ പോർട്ടൽ ബിൽഡ് ചെയ്യാൻ അതൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ റിസോഴ്സസ് എടുത്ത് വെച്ചാണ്. ഈ സ്ലാബ് ഇതൊക്കെ വെച്ച് ഇതാണ് എൻ്റെ മെയിൻ്റെനൻസ് എപ്പിസോഡ്. അവിടെ ഒരു സ്ലാബുണ്ട്. ഈ സ്ലാബൊക്കെ പൊട്ടിച്ച് ഇങ്ങോട്ട് സ്ലാബ് വെക്കണം, അത് ഞാൻ ബിൽഡ് വരുമ്പോൾ വെക്കാം. ഞാൻ കൂടുതലും ഇങ്ങോട്ട് വരത്തില്ല. പിന്നെ മാണ്ടൻ ട്രേഡറിനെ ഞാൻ ട്രേഡ് ചെയ്ത്, ഇനി മാണ്ടൻ ട്രേഡർ ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് മറ്റേ ഐ ഓഫ് എൻട്രി ഞാൻ നോക്കിയായിരുന്നു. അത് നമ്മൾ ഈ കോബിൾ സ്റ്റോൺ ജനറേറ്റർ മാറ്റണ്ട. ഈ സ്ലാബ് ഇത് താഴോട്ടുള്ള സ്ലാബാണോ? അല്ല, കണ്ടോ ഈ സ്ലാബ്. ഇത് പിന്നെ ഇപ്പോൾ തൽക്കാലം ഞാൻ ഒരു പമ്പിൻ അത് സെറ്റാക്കുക. ഇത് താഴോട്ടായിരിക്കും, താഴെ പ്ലാറ്റ്ഫോം ഇല്ല, ഉണ്ട്. അത് ഞാൻ അതിന് വേണ്ടി കെട്ടി, അത് നമുക്ക് യൂസ് ആക്കണം. ഇവിടെ സ്റ്റെയർ കേസ് വെച്ചേക്കുവാണോ? ഇത് പൊട്ടിച്ചെടുക്കാം. അത് താഴെ പോയി കിട്ടി, അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇവിടെ ഒരു ഇത് വെച്ചേക്കാം. ഈ ഡേറ്റ് കംപ്ലീറ്റ് നമുക്ക് പൊട്ടിച്ച് മാറ്റണം. അതും കൂടെ അങ്ങ് ചെയ്യാം അല്ലേ? നൈറ്റ് ആവറായി, കിടന്നുറങ്ങട്ടെ. 41 ദിവസമായി നമ്മൾ ഈ ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ട്. ക്യാമറയിലല്ലാതെ ഞാൻ ഇഷ്ടം പോലെ ഇത് ഗ്രൈൻഡ് ചെയ്താണ് നമ്മൾ ഈ വീട് വെച്ചത്. പ്രോജക്റ്റ് ബോർഡ് ഉണ്ടാക്കി, നെതർ ഉണ്ടാക്കി, ഈ മോബ് ഫാമിൻ്റെ ഈ ഡേട്ടുണ്ട്, ആ മോബ് ഫാമിൻ്റെ അവിടുത്തെ ഡേറ്റൊന്ന് എടുക്കണം. ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. അത് ഞാൻ അന്ന് ക്രീപ്പർ പൊട്ടിത്തെറിച്ചപ്പോൾ തൽക്കാലം എൻ്റെ ഉള്ള ബ്ലോക്ക് വെച്ച് ഇത് ചെയ്ത അത് പോയി മാറ്റാം. ആദ്യം തന്നെ എൻ്റെ ഉള്ള കുറച്ച് കോബിൾ സ്റ്റോൺ എടുത്തേക്കാം. കോബിൾ സ്റ്റോൺ ഇല്ലേ? നെതറാക്ക് ഉണ്ടല്ലോ, നെതറാക്ക് വെക്കണോ? നെതറാക്ക് വെക്കണ്ട, കോബിൾ സ്റ്റോൺ വെക്കാം. ഒരു ഇത്രയും കൈയിരിക്കട്ടെ. അയ്യോ, നമുക്ക് ബ്രിഡ്ജ് ചെയ്യാനും വേണമല്ലോ, ബ്രിഡ്ജ് ചെയ്ത് മതി. ഈ സാധനം എല്ലാം പൊടിച്ച് മാറ്റണം. അതൊക്കെയാണ് നമ്മുടെ മെയിൻ്റെനൻസ് എപ്പിസോഡ്. ഇവിടെ ആണെന്നൊരു ക്രീപ്പർ പൊട്ടിത്തെറിച്ചായിരുന്നു ഗൈസ്. ഓക്കെ, ഈ ഡേർട്ട് ഞാൻ ഈ കൈ വെച്ച് ഇടിച്ച് പൊട്ടിച്ചിട്ട് അവിടെ ഇത് വെക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. സ്റ്റെയർ കേസ് ഡേർട്ട് ഇവിടെ ഇരിക്കട്ടെ. എടാ പാക്കർ ചെയ്യണോ? പാക്കോർദ്ദേവോ, അത്രേ ഉള്ളൂ.
ഇവിടെ വെച്ചേക്കാം. ഇതാണ് എൻ്റെ മെയിൻ്റെനൻസ് എപ്പിസോഡ്. നമ്മൾ അടുത്ത എപ്പിസോഡ് നിങ്ങളിപ്പോൾ വിചാരിക്കണ്ടോ ഈ ഇത് ബോറാകുന്നതുകൊണ്ട് വിചാരിക്കണ്ട. അടുത്ത എപ്പിസോഡ് നമ്മൾ നെതർ പോർട്ടറിൻ്റെ ബിൽഡ് തുടങ്ങാൻ പോവാണ്. ഇവിടെ ക്രീപ്പറിന് തന്നെ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ സീനാവും കേട്ടോ. പിന്നെ നമ്മളൊന്നും ചെയ്യണ്ട, അവൻ നമ്മളെ ചെയ്തു പോകും. ഒറ്റ പൊട്ട എൻ്റെ മോബ് ഫാം നിന്നേ പൊട്ടിപ്പോവും. മൂബ് ഫാമേ പൊട്ടിപ്പോവും. ഞാൻ ഈ പ്ലാറ്റ്ഫോമൊക്കെ ഒന്ന് പൊട്ടിച്ചു. അവിടുത്തെ അത് പൊട്ടിച്ച് ഈ മേളിൽ സ്ലാബ് ഉണ്ടായിരുന്നു. ഇതും കൂടെ അങ്ങ് പൊട്ടിച്ച് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ബേസ് ഒന്ന് ക്ലീൻ ആകും. പക്ഷേ ഇത് നമുക്ക് സെക്കൻഡ് ഫ്ലോറിനും വേണം. അതുകൊണ്ട് ഇതിപ്പോൾ തൽക്കാലം ഞാൻ പൊട്ടിക്കുന്നില്ല. എനിക്ക് 14 ഡേട്ട് കിട്ടി. ഞാൻ കൊണ്ട് സൂക്ഷിച്ച് വെക്കട്ടെ. അവിടെ ഇരിക്കുന്ന എല്ലാ ഡേട്ടും നമുക്ക് പൊട്ടിച്ച് മാറ്റണം. നമുക്കൊരു ക്രോപ്പ് ഫാം ഉണ്ടാക്കിയിട്ട് വേണം ആ ഡേട്ട് മാറ്റാൻ. ഇല്ലെങ്കിൽ എനിക്കൊരു പണി കിട്ടാൻ അത് കുഴപ്പമില്ല. നോക്കാം. അടുത്ത എന്ത് ബിൽഡ്? നെതർ പോർട്ടൽ ബിൽഡ്. അതിന് വേണ്ട റിസോഴ്സ് എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര ചെറിയൊരു ഇതാണ്, വലിയ ഇതൊന്നുമല്ല. ഒരു മോഡേൺ ടൈപ്പ്, മിഡീവൽ ടൈപ്പ്. ഈ ഡേട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ താഴെ പോത്തില്ല. എന്നാലും ഓക്കെ. എൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ട്, കയറി വരാം, കുഴപ്പമില്ല. ഞാൻ താഴെ വേണം ചത്തു പോകും കേട്ടോ ഗൈസ്, അത് ഉറപ്പാണ്. എടാ ഒരു ഗ്ലാസ് ബ്ലോക്ക് വെക്കണമല്ലോ, നമുക്ക് അവിടത്തെ വെക്കാം. ഞാൻ താഴെ വേണം ചത്തു പോയി. താഴെ പോവല്ലേ, ഇല്ലെങ്കിൽ MLG പ്രൈസ് ചെയ്യണം. താഴെ സ്ലാബ് എനിക്ക് പറ്റത്തില്ല MLG ട്രൈ ചെയ്യാൻ. നമുക്ക് പതുക്കെ ബ്ലോക്ക് വെച്ച് ഇറങ്ങാം. ഇതൊന്നും മൊത്തം അങ്ങ് പൊട്ടിച്ചെടുത്താലോ. ഹാഫ് ഇതേ ഉള്ളൂ എൻ്റെ കയ്യിലുള്ള ഡേട്ടും പോവും. ആകെ ഹാഫ് ഡേട്ടേ ഉള്ളൂ. അത് വെച്ച് എടാ മേലത്തെ ഡേട്ട് ഈ ഡേട്ട് പൊട്ടിച്ചെടുക്കല്. തൽക്കാലം ഇവിടെ നമുക്ക് 2 കോബിൾ സ്റ്റോൺ വെച്ചേക്കാം. അത് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ നമുക്ക് ഈ ഗ്ലാസ് ബ്ലോക്ക് ഈ ഗെയിമിൽ കിട്ടത്തില്ല. എനിക്ക് വേണ്ടത്ര ആയി. എന്നാലും ക്ലീനപ്പ് വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഇത് മൊത്തം ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, ഞാൻ കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഇതിന് വേണ്ടിയുള്ളതാണ്. പിന്നെ ഇവിടെ ഉള്ളതുണ്ട്. ഇത് നമുക്ക് മറ്റേ ഗ്ലാസ് ഇങ്ങോട്ട് മറ്റേ മേളിലോട്ട് ഇത് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇത് നമുക്ക് മെയിൻ വേണ്ട ഗ്ലാസ്. അഥവാ ഞാൻ വല്ല സ്ട്രിപ്പ് ചെയ്താലോ ഇത് ചെയ്താലോ വേണ്ടേ. ഫസ്റ്റ് താഴെ വീഴാത്ത പോലെ ഇച്ചിരി ഡേട്ട് ഇങ്ങോട്ട് വെച്ചേക്കാം. എന്തായാലും ഞാൻ ഗ്ലാസ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ പോകുന്നത് ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ തൽക്കാലം ഞാൻ ഇങ്ങോട്ട് ഇത് ഇച്ചിരി ഒന്ന് എക്സ്റ്റാൻഡ് ചെയ്തേക്കാം. ഗ്ലാസ് ഒന്ന് കിളിച്ച് വരട്ടെ. അതിനു വേണ്ടി ഒരു ടോർച്ചും കൂടെ വെക്കണമല്ലോ. ടോർച്ച് ഇതിനകത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ 11ൻ്റെ ആവശ്യമില്ല. 10 എണ്ണമല്ലേ, 4 ടോർച്ച് മതി. ഞാൻ ഇതിൽ 11 വെച്ചാ എന്തിനേലും കാര്യത്തിനായിരിക്കും. അവിടെ ഇരിക്കട്ടെ. അതാകുമ്പോൾ അത് നൈറ്റ് ടൈമിൽ ഇതായിക്കോളും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് വൈൻഡപ്പ് പറയണം. നമ്മുടെ ഇത് മാറ്റട്ടെ. പക്ഷേ ക്ലീനപ്പ് എന്നുള്ളത് നമ്മൾ ഇവിടെ സെറ്റായി. ക്ലീനപ്പ് ആയില്ല. ഇല്ല, അത് കുഴപ്പമില്ല. ബാക്കിയും കൂടെ ഒന്ന് ചെയ്യട്ടെ. ക്ലീനപ്പ് എന്നുള്ള മായ്ക്കാറായില്ലായിരുന്നു മണ്ടഞ്ഞ്. ഈ സ്ലാബ് എടുത്തിട്ട് എവിടെ വെക്കണ്ട. അതെ, ഈ ബ്ലോക്ക്, ഈ ബോട്ട്, ഇതൊന്നും ഞാൻ പൊട്ടിച്ച് ഇതൊന്നിപ്പോൾ പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഗിടി. ഓക്കെ, പിന്നെ എന്നാ ഈ സ്ലാബ് ഇതിൻ്റെ ആവശ്യമൊന്നും ഇനി ഇല്ല. ഈ സ്ലാബിൻ്റെ ആവശ്യമില്ല. ഈ സ്ലാബ് ഇതൊക്കെ ചുമ്മാ വെച്ചേക്കുന്ന മിസ്ക്ലിക്ക് ചെയ്യുന്ന ഈ സ്ലാബ് ഇതൊക്കെ തന്നെ ഇതിൻ്റെ ആവശ്യമില്ല ഇനി. ഓക്കെ, ഇതിൻ്റെ ആവശ്യമില്ല. ഇനി എനിക്ക് അങ്ങോട്ട് പോകുന്നതിനൊരു സീനില്ല. കാരണം ഞാൻ പ്ലാറ്റ്ഫോം വലുതാക്കി. വേണമെങ്കിൽ ഈ സൈഡിലേക്ക് ഇച്ചിരി വെച്ചേക്കാം. റിസ്ക് എടുക്കണ്ട. ഞാൻ വീഴാതെ മിസ്ക്ലിക്കും ചെയ്യല്ലേ. ഇത് ഇപ്പോൾ അത് ഞാൻ പൊട്ടിച്ചെടുക്കണം. ഞാൻ വീഡിയോ അടിക്കാനും വെച്ചിട്ടുണ്ട്. ഓക്കെ, വേറെ ഇതൊന്നുമില്ല. ബാക്ക് സൈഡ് ഇതിൻ്റെ അങ്ങ് അടച്ചാലോ, അതും കൂടെ ചെയ്തേക്കാം. എൻ്റെ കയ്യിലുള്ള കോബിൾ സ്റ്റോൺ കുറച്ചും കൂടി ഇങ്ങോട്ട് എടുത്ത് നേരെ ഇങ്ങ് വന്ന് എൻ്റെ ബാക്ക് സൈഡിൽ ഈ ഭാഗം ഉണ്ടല്ലോ, ഒരു സ്ലാബാണ് ഇവിടെ. അത് കുഴപ്പമില്ല, ഇത് പൊട്ടിച്ചെടുക്കാം. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ബാക്ക് സൈഡ് ഞാൻ അടച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെയും കൂടെ ഒരു ഇത് കൊണ്ടുവരണം. അത് ഞാൻ പ്രോജക്റ്റ് ബോർഡിൻ്റെ അവിടെ ഞാൻ ഒന്ന് സെറ്റാക്കാം.
എനിക്ക് എൻ്റെ ഉള്ള ഡേട്ടും എല്ലാ സാധനവും ഒന്ന് സൂക്ഷിച്ച് വെച്ചിട്ട് ഞാൻ വീഡിയോയുടെ വൈൻഡപ്പ് പറയാം. വുഡെല്ലാം മാറ്റി വെച്ച് ബോട്ട്, ട്രാപ്പ് ഡോർ, അയ്യോ പിക്കാക്സ് ഇവിടെ അല്ല, പിക്കാക്സ് എൻ്റെ കൈ വേണ്ട. ഈ പിക്കാക്സ് ഈ സ്ലൈമും വെച്ചിട്ട് വീഡിയോയുടെ വൈൻഡപ്പ് പറയാം. ഒന്ന് കിടന്നുറങ്ങിയിട്ട് 43-ാമത്തെ ഇത് വൈൻഡപ്പ് പറഞ്ഞാൽ മതി ഗൈസ്. 43-ാമത്തെ ഡേ പറയാം. ഓക്കെ ഗൈസ്, നമുക്ക് വൈൻഡപ്പ് പറയാൻ സമയമായി. ഓടട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് കൂടെ ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുക. പുതിയ ബൈ ഗൈസ്. പോയിട്ട് നാളെ ഞാൻ നെതർ പോർട്ടിൻ്റെ ബിൽഡ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വാ. ഇല്ലെങ്കിൽ ഞാൻ ടൈം ലാംപ്സ് ആയിട്ട് കൊടുത്തേക്കാം. ഓക്കെ ബൈ. അയ്യോ ചെസ്റ്റ് അല്ലേ, സോറി ബൈ.